4 മിനിറ്റിൽ 4 മാർക്ക്. ചോദ്യം പിടിച്ചോളൂ. അനലൈസ് ദ സിറ്റുവേഷൻ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്ത സിറ്റുവേഷൻ അനലൈസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിളാണ്, നോക്കാം. ഒന്നാമത്തെ സിറ്റുവേഷൻ, കാൽഷ്യം ലെവൽ ഇൻ ദ ബ്ലഡ് ഡിക്രീസസ്. ബ്ലഡിലെ കാൽഷ്യത്തിന്റെ ലെവൽ കുറയുന്നു. ഏതൊരു പാവപ്പെട്ട ആൾ, അയാളുടെ രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇതാണ് ഒന്നാമത്തെ സിറ്റുവേഷൻ. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ ബി, കാൽഷ്യം ലെവൽ ഇൻ ബ്ലഡ് ഇൻക്രീസസ്. അതായത് ബ്ലഡിലെ കാൽഷ്യത്തിന്റെ ലെവൽ എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പോൾ ഒന്നാമത്തെ സാഹചര്യം കാൽഷ്യത്തിന്റെ ലെവൽ കുറയുന്നു, രണ്ടാമത്തെ സാഹചര്യം കാൽഷ്യത്തിന്റെ ലെവൽ കൂടുന്നു. ഓക്കെ, ഇനി ചോദ്യം നോക്കാം. വിച്ച് ഗ്ലാൻഡ് സെക്രീറ്റ് ദ ഹോർമോൺ റിക്വയർഡ് ഇൻ സിറ്റുവേഷൻ ബി? സിറ്റുവേഷൻ ബി ഏതാണ്? കാൽഷ്യം ലെവൽ ഇൻ ബ്ലഡ് ഇൻക്രീസസ്. രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് കൂടുന്ന സിറ്റുവേഷൻ. ആ കൂടുന്ന സിറ്റുവേഷനിൽ വിച്ച് ഗ്ലാൻഡ് സെക്രീറ്റ് ദ ഹോർമോൺ? ആ കൂടുന്ന സിറ്റുവേഷനിൽ അവിടെ ഏത് ഗ്ലാൻഡാണ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുക? ഏത് ഗ്രന്ഥിയാണ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ചോദ്യം. ആ കൂടുന്ന സിറ്റുവേഷനിൽ ഏത് ഹോർമോൺ ആണെന്നുള്ളതല്ല ചോദ്യം. കൂടുന്ന സിറ്റുവേഷനിൽ ഏത് ഹോർമോണാണോ ഉൽപ്പാദിപ്പിക്കുന്നത്, ആ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രന്ഥി, ഗ്ലാൻഡ്, അതാണ് ക്വസ്റ്റ്യൻ. എന്തായാലും വള്ളി പിടിച്ച ക്വസ്റ്റ്യന്. അപ്പോൾ ഒരാളുടെ ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ആ സമയത്ത് അത് കുറയ്ക്കണം. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? കാൽസിട്ടോണിനാണ്. കാൽസിട്ടോണിന് എഴുതിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ഈ കാൽസിട്ടോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? പറഞ്ഞോളൂ. കാൽസിട്ടോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് തൈറോയിഡ് ഗ്ലാൻഡാണ്. ഏത് ഗ്ലാൻഡാണ്? തൈറോയിഡ് ഗ്ലാൻഡ്. അപ്പം ആൻസർ എന്താണ് വരിക? തൈറോയിഡ് ഗ്രന്ഥി. എന്ത് ഗ്രന്ഥി? തൈറോയിഡ് ഗ്രന്ഥി. ഇനി രണ്ടാമത്തെ ചോദ്യം, ഹൗ ഡസ് ദ ഹോർമോൺ സിറ്റുവേഷൻ എ ഹെൽപ്പ് മെയിൻറ്റെയിൻ ദ നോർമൽ ലെവൽ ഓഫ് കാൽഷ്യം? സിറ്റുവേഷൻ എയിൽ എങ്ങനെയാണ് ഒരു ഹോർമോൺ കാൽഷ്യത്തിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ സിറ്റുവേഷൻ എ എന്താണ്? കാൽഷ്യത്തിൻ്റെ ലെവൽ കുറയാണ്, ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ ലെവൽ കുറയുകയാണ്. അപ്പോൾ കൂട്ടാൻ സഹായിക്കുന്ന ആരാണ്? പാരാതെർമോണാണ്. ആ പാരാതെർമോൺ എങ്ങനെ സഹായിക്കുന്നു? അതാണ് ചോദ്യം. അല്ലാതെ പാരാതെർമോണിൻ്റെ പേര് എഴുതി കൊടുക്കാനല്ല. പാരാതെർമോൺ എങ്ങനെ സഹായിക്കാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ ലെവൽ എന്താണ്? കുറവാണ്. അപ്പോൾ കൂട്ടാൻ എന്ത് ചെയ്യും? കൂട്ടാൻ ഈ രക്തത്തിലേക്ക് കാൽഷ്യം വരുന്ന സ്ഥലം ഏതൊക്കെയാണോ ആ സ്ഥലത്തു നിന്നൊക്കെ കാൽഷ്യം രക്തത്തിലേക്ക് വരുന്ന പരിപാടി എന്ത് ചെയ്യും? പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് രക്തത്തിലേക്ക് കാൽഷ്യം വരികയെന്ന് ചോദിച്ചാൽ, ഒന്ന് കിഡ്നിയിൽ നിന്നാണ്. അപ്പോൾ കിഡ്നിയിൽ നിന്നും രക്തത്തിലേക്ക് കാൽഷ്യം വരുന്ന പരിപാടി ആക്സിലറേറ്റ് ചെയ്യും. ആക്സിലറേറ്റ് റീഅബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് ടു ദ ബ്ലഡ്. രക്തത്തിലേക്ക് കാൽഷ്യം, ഫോസ്ഫേറ്റ് എന്നിവയുടെ പുനരാകിരണം എന്ത് ചെയ്യുന്നു? ത്വരിതപ്പെടുത്തുന്നു, ആക്സിലറേറ്റ് ചെയ്യുന്നു, കൂട്ടുന്നു. ഇനി രണ്ടാമത് ഇൻറ്റസ്റ്റൈൻ ആണ്. ഇൻറ്റസ്റ്റൈനിൽ നിന്നും ഇതേപോലെ തന്നെ രക്തത്തിലേക്ക് കാൽഷ്യം എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു. ആ പരിപാടിയും കൂട്ടുന്നു. രക്തത്തിലേക്കുള്ള കാൽഷ്യത്തിൻ്റെ ആകിരണത്തെ എന്ത് ചെയ്യുന്നു? ത്വരിതപ്പെടുത്തുന്നു, ആക്സിലറേറ്റ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ടു ദ ബ്ലഡ്. ഈ മൂന്നാമത് ബോൺസിൽ നിന്നും ഇതുപോലെ തന്നെ രക്തത്തിലേക്ക് കാൽഷ്യം മിക്സ് ചെയ്യുന്ന പരിപാടിയുണ്ട്. ആ പരിപാടിയും പ്രൊമോട്ട് ചെയ്യും. അസ്ഥിയിൽ നിന്ന് കാൽഷ്യവും ഫോസ്ഫേറ്റും രക്തത്തിലേക്ക് കലരുന്ന പരിപാടി എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യും. സ്റ്റിമുലേറ്റ് ദ മിക്സിംഗ് ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് ഫ്രം ദ ബോൺ ഇൻ ടു ദ ബ്ലഡ്. ബോണിൽ നിന്നും ബ്ലഡിലേക്ക് വരുന്ന പരിപാടി, കാൽഷ്യം ബ്ലഡിലേക്ക് വരുന്ന പരിപാടി എന്ത് ചെയ്യും? പ്രൊമോട്ട് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ ലെവൽ കുറഞ്ഞാൽ കാൽഷ്യം കൂട്ടാൻ വേണ്ടിയിട്ട് കിഡ്നിയിൽ നിന്നും ഇൻറ്റസ്റ്റൈനിൽ നിന്നും ബോണിൽ നിന്നൊക്കെ കാൽഷ്യത്തിന് എന്ത് ചെയ്യുന്നു? ഇറക്കുമതി ചെയ്യുന്നു. ഇനി രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ ലെവൽ കൂടിയാനുള്ള പ്രശ്നം എന്താണ്? അപ്പോൾ കുറക്കണം. അപ്പോൾ കുറക്കാൻ എന്ത് ചെയ്യുന്നറിയോ? ആ രക്തത്തിലെ കാൽഷ്യമൊക്കെ തിരിച്ചെന്ത് ചെയ്യും? ഇറക്കുമതി ചെയ്യും. ഇങ്ങോട്ടേക്ക് കിഡ്നിയിലേക്കും ഇൻറ്റസ്റ്റൈനിലേക്കും ബോണിലേക്കും ഒക്കെ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞേക്കും. ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ 3 മാർക്ക് കിട്ടി. എങ്ങനെ കിട്ടി? ഇവിടെ ഒന്നാമത്തെ ചോദ്യത്തിന് 1 മാർക്ക് കിട്ടി, രണ്ടാമത്തെ ചോദ്യത്തിന് 2 മാർക്കാണ്. അപ്പോൾ ടോട്ടൽ 3 മാർക്ക് കിട്ടി. ഇനി ഒരൊറ്റ മാർക്കും കൂടി കിട്ടിയ സെറ്റാണ്. ഓക്കെ, ഇവിടെ എയും ബിയും കറക്റ്റ് മാച്ച് ആക്കാനാണ് പറഞ്ഞുള്ളത്. നോക്കൂ സുഹൃത്തുക്കളെ, അൾഡോസ്റ്റിറോൺ ആണ്. അൾഡോസ്റ്റിറോണിൻ്റെ പരിപാടി എന്താണ്? അൾഡോസ്റ്റിറോൺ രക്തസമ്മർദ്ദം ക്രമീകരിക്കുകയാണ് ചെയ്യുക. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. അപ്പോൾ പി എന്താണ്? P2 ആണ്. പിന്നെ ആൻഡ്രോജൻ എന്ത് ചെയ്യാണ്? ലൈംഗിക വളർച്ചയെ നിയന്ത്രിക്കുകയാണ് ചെയ്യുക. അപ്പോൾ Q1 ആണ്. പിന്നെ കോർട്ടിസോൾ എന്ത് ചെയ്യുന്നു? കോർട്ടിസോൾ പ്രതിരോധ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുന്നു? 6 ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ P3 ആണല്ലേ? ഓക്കെ, അൾഡോസ്റ്റിറോൺ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. ഓക്കെ, അപ്പോൾ P3 Q1 R2, P3 Q1 R2. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കുക. P3 Q1 R2. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ ബി. ഹാപ്പി അല്ലേ? അപ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടി? 4 മാർക്ക് കിട്ടി. ഇതതിൻ്റെ ഇംഗ്ലീഷ് ആട്ടോ. ഓക്കെ, അപ്പോൾ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. സോ സീ യു സൂൺ. വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം അറക്കൽ.